ക്രിസ്തുവിനോട് സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവെഴുത്തുകളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അല്പസമയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ചെന്നാലും അവിടെയൊക്കെ ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന് പ്രസംഗിക്കുവാനെന്ന് പറഞ്ഞു. സുവിശേഷം ആത്മാവിന്റെ രക്ഷയുടെ സന്ദേശം, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ സന്ദേശമാണ് അത് നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം അനുഭവിക്കുവാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. അതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ സമാധാനവും സന്തോഷവും സ്നേഹവും, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു പാർപ്പിടം നമുക്കുണ്ട്. അവിടെ പ്രവേശിക്കുവാനുള്ള അനുമതി അല്ലെങ്കിൽ അതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ. അതാണ് സുവിശേഷം എപ്പോഴും പ്രസംഗിക്കുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ആ വിശ്വാസം നമ്മോട് കൂടെ ഇരിക്കട്ടെ, നമ്മളുടെ ഹൃദയങ്ങളിൽ അത് എപ്പോഴും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ യെശയ്യാ പ്രവചനം 44-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ ഇത് യെശയ്യാ പ്രവചനത്തിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അപ്പോൾ ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അപ്പൊ ദാഹിക്കുന്നിടത്ത് നീരൊഴുക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണാം, കിണറിന്റെ അടുത്ത് വെള്ളം കോരുവാൻ വരുന്ന ഒരു സ്ത്രീ. അവരുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെല്ലാം വെള്ളം കോരുവാൻ വരുന്ന ആ കിണറിന്റെ അടുത്ത് ഒരിക്കൽ യേശു വിളിക്കുന്നു. യേശു ആ സ്ത്രീയോട് പറഞ്ഞത്, ഈ കിണറ്റിൽ നിന്നും
എത്രയോ വർഷങ്ങളായി വെള്ളം കോരിക്കൊണ്ടുപോകുന്നു, കുടിക്കുന്നു, ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിന്റെ ദാഹം ഇതുവരെയും തീർന്നിട്ടില്ല. എന്നാൽ ഞാൻ കോരിത്തരുന്ന വെള്ളം നീ കുടിച്ചെന്നാൽ പിന്നെ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് യേശുവിനോട് പറയുവാൻ ഇടയായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കാണുവാൻ കഴിയും, ദാഹിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേലിന്റെ ആത്മാവിനെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഓരോ മനുഷ്യരുടെ മേലും യേശുവിന്റെ ആത്മാവിനെ പകരപ്പെടുകയാണ്. യേശുവിന്റെ ആത്മാവിനെ അവർ സ്വീകരിക്കുകയാണ്. യേശുവിന്റെ ആത്മാവ് അവരെ നയിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഇരണ്ട വഴികളെ തിരിച്ചറിയുവാൻ കഴിയും. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ഇടറിപ്പോകുന്നവരാണ്. കാരണം നാം യാത്ര ചെയ്യുവാൻ അരുതാത്ത വഴികൾ, കൊള്ളരുതാത്ത വഴികളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യേശു വെളിച്ചമാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും വെളിച്ചത്തിൽ വിശ്വസിക്കുകയാണ്. ആ വെളിച്ചത്തിൽ കൂടി നടക്കണമെങ്കിൽ വെളിച്ചമാകുന്ന യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കണമെന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് എന്റെ ആത്മാവിനെ നിന്റെ സന്തതിമേൽ ഞാൻ പകരുകയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. കാരണം ഈ ലോകം എപ്പോഴും മനുഷ്യനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോകുന്ന സകല മനുഷ്യരും നാശത്തിന്റെ വഴികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് നമുക്ക് പത്രങ്ങളും മറ്റു മീഡിയകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം അത് തലമുറയായി നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുകയും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവം നിശ്ചയിക്കുന്ന വഴികളിൽ കൂടി നാം നടക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് തലമുറയായി അനുഗ്രഹമായി തീരുന്നത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചെന്നാൽ വൃദ്ധനായാലും അവൻ ആ വഴി മറന്നു പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ മാതാപിതാക്കൾ ദൈവവുമായി നല്ല ബന്ധമുള്ളവർ, ആ കുടുംബം തന്നെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ ജനിച്ചു വളർന്നു വരുന്ന തലമുറകളും അപ്രകാരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രിയമുള്ളവരെ, സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണ് അതുകൊണ്ടൊരു ഒരു വിശേഷം നമ്മൾക്കുള്ളത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയണം. യെശയ്യാവ് 65:23 പറയുന്നത്, അവർ വൃദ്ധാധ്വാനിക്കുകയല്ല, ആവത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സന്താനം അവരോട് കൂടെ ഇരിക്കും എന്നാണ്. വെറുതെ അധ്വാനിക്കുന്നത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല. യഹോവ വീട് പണിയാതിരുന്നാൽ വീട് പണിയുന്നവർ വൃഥാ അധ്വാനിച്ചുകൊണ്ടിരിക്കും. പണിയൊന്നും നടക്കുകയുമില്ല, പൂർത്തിയാകുകയുമില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ വൃഥാധ്വാനിക്കുകയില്ല. ഇവിടെ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, യേശു ഹൃദയത്തിൽ വസിക്കുന്ന ജനം ആരായിരുന്നാലും, വ്യക്തിയാണെങ്കിലും കുടുംബമാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും അവർ വെറുതെ അധ്വാനിക്കുന്നത്. അവരുടെ അധ്വാനത്തിന് ഫലമുണ്ട്. കാരണം ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ജീവിതമാണ് അവരുടേതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരം ജീവിക്കുമ്പോഴാണ് തലമുറകളും അപ്രകാരം തന്നെ ആയി ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും മറ്റുള്ളവരിലേക്കും പകരപ്പെടുവാൻ അവർക്ക് കഴിയുന്നത്. അങ്ങനെ ഒരു നല്ല മനസ്സ് അവർക്കുണ്ടാകുന്നത് ദൈവത്തോടുകൂടി ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുമ്പോഴാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും.
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങളിൽ പറയുന്നത്, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും സകല മനുഷ്യരും ദൈവത്തിന്റെ സന്താനമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ മങ്ങി അന്ധത ബാധിച്ചു കഴിയുമ്പോൾ, ഈ ലോകത്തിന്റെ കെണിയിൽ പെട്ടുപോയി കഴിയുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരായി താങ്കളുടെ വഴിയെ കടന്നു പോകുകയും അതിൽ കൂടി നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ പരീക്ഷകൻ വിളിച്ച് കൊണ്ടുപോയതിനു ശേഷം പറഞ്ഞത്, നീ ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറി വന്ന് താഴേക്ക് ചാടുക എന്നാണ്. അല്ലാതെ താഴെ നിന്ന് ഓടിക്കൊണ്ട് ചാടുവാനല്ല പറഞ്ഞത്. ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറി വന്നിട്ട് താഴേക്ക് എടുത്തതാണ്. അങ്ങനെ ചാടുമ്പോൾ പരീക്ഷകൻ ആഗ്രഹിക്കുന്നത് ഇവൻ നശിച്ചു പോകണം എപ്രകാരമെങ്കിലും എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അത് ദൈവം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാൽ അവിടെയൊക്കെയും ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് ദൈവത്തോട് പറയുക, എനിക്കിതിനെ ജയിക്കുവാനുള്ള കൃപ തരണം, അല്ലെങ്കിൽ ശക്തി തരണം. അങ്ങനെ ദൈവികമായ ശക്തിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏത് പരീക്ഷണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം വരികയാണെങ്കിൽ ദൈവമാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്. അത് കാരണം ദൈവം നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. വിജയം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ വിജയമാണ് ഏറ്റവും സുന്ദരമായ സമാധാനം, ഏറ്റവും വില കൂടിയ സ്നേഹം. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഞാൻ വീണ്ടും വരും. എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് യേശു വീണ്ടും വരുന്നത്. ആ വരവിൽ നാം ഒരുങ്ങിയിരിക്കണം. കാരണം ഒരിക്കൽ നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകും. അന്ന് നാം ഇവിടെ കഷ്ടപ്പെട്ടവൻ നാം നേടിയതൊന്നും നമുക്ക് അനുഭവിക്കുവാനോ അത് നമ്മോട് കൂടെ കൊണ്ടുപോകുവാനോ കഴിയുകയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിന് നാശമില്ല. അത് ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ അത് ശുദ്ധിയുള്ളതായിരിക്കണം. അത് മലിനമാകുവാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ആത്മാവ് മലിനമായി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. നാം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാം എല്ലാവരും ശുദ്ധിയുള്ളവരായി, വിശുദ്ധരായി, ദൈവത്തോടു കൂടെ ദൈവം വസിക്കുന്നതിനൊക്കെ നമുക്കും വസിക്കുവാൻ കഴിയും. ആ വാസത്തിന് അവസാനമില്ല. അതാണ് സ്വർഗരാജ്യത്തിൽ ദൈവത്തോടു കൂടെയുള്ള വാസം. അതിനായി ഒരുങ്ങിയിരിക്കുക എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.